ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ് വെജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വകബി. ഇന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന സന്ദേശത്തിൽ 32ാമത്തെ സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്. അതോട്ട് വരുന്നതിന് മുൻപ് ആസ് യൂഷ്വൽ ലെറ്റ് us begin with a prayer. Pater noster, qui vis in calis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. ഈശോ തുടരുകയാണ്. പിന്നെ അവർക്ക് അമ്പരിപ്പിക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും. താൻ ഭക്തനായ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എതിർ ക്രിസ്തു പ്രസ്താവിക്കുന്നത് തന്നെ. എതിർ ക്രിസ്തു വന്ന് താനൊരു ഭക്തനായ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പ്രഖ്യാപിക്കും. ലോകത്തോടുള്ള തൻ്റെ പ്രഭാഷണങ്ങളിൽ അവൻ ബൈബിളിൽ നിന്നുള്ള അനേകം കാര്യങ്ങൾ ഉദ്ധരിക്കും. അപ്പോൾ നിരന്തരമായ പീഡനം മൂലം ക്ഷീണിതരായി കഴിഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികൾ പൊടുന്നനെ ആശ്വാസം കണ്ടെത്തും. ഇതാ അവസാനം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ. അവൻ്റെ വായിൽ നിന്ന് മധുരവും ആശ്വാസദായകവുമായ അനേകം വചനങ്ങൾ പുറപ്പെടും. അവൻ ദൈവത്തിൽ നിന്നുള്ള ഒരു ദൂതനെ പോലെ തന്നെ കാണപ്പെടും. ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങളെ തിരുത്തുന്നവനായി അവൻ പ്രത്യക്ഷപ്പെടും. ക്രിസ്ത്യാനികളും അതിൽ തന്നെ റോമൻ കത്തോലിക്കരും തന്നെ എങ്ങനെയാണ് കാണേണ്ടത് എന്നതിനെക്കുറിച്ച്, അതായത് അവരുടെ ഇടയിൽ ഉണ്ടാകേണ്ട തൻ്റെ പ്രതിച്ഛായയെക്കുറിച്ച് അവൻ ശ്രദ്ധാപൂർവം നിർദ്ദേശങ്ങൾ നൽകും. അവരാണല്ലോ അവൻ്റെ മുഖ്യ ലക്ഷ്യം. മനുഷ്യൻ്റെ ദുഷ്ടത എന്നതിൽ ജഡിക പാപങ്ങളും ഉൾപ്പെടുന്നു. നഗ്നത പ്രദർശിപ്പിക്കുന്നത് സ്വീകാര്യമാകും. മനുഷ്യർ പൊതുസ്ഥലങ്ങളിൽ വെച്ച് പോലും ജഡിക പാപങ്ങൾ ചെയ്യും. പൊതുസ്ഥലത്ത് വെച്ച് പോലും മനുഷ്യർ ജഡിക പാപം ചെയ്യും. കൊലപാതകം സർവ്വസാധാരണമായി മാറുകയും അത് തുടർന്നു കൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്നു മാത്രമല്ല, കുട്ടികൾ ഉൾപ്പെടെ അനേകർ അത് ചെയ്യുകയും ചെയ്യും. എത്രയോ കറക്റ്റാണ്. നമ്മൾ ഇന്ന് കാണുന്ന വാർത്തകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പല കത്തോലിക്ക ദേവാലയങ്ങളിലും സാത്താനിക ആരാധനയും കറുത്ത കുർബാനയും നടത്തപ്പെടും. നമ്മൾ ഞെട്ടേണ്ട ആവശ്യമേ ഇല്ല. ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരു ഞെട്ടലുണ്ടായില്ല. കാരണം ഞാൻ സന്ദേശം ഒന്നുകൂടി വായിക്കാം. പല കത്തോലിക്ക ദേവാലയങ്ങളിലും സാത്താനിക ആരാധനയും കറുത്ത കുർബാനയും നടത്തപ്പെടും. എനിക്കറിയുന്ന ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ആ വ്യക്തിയുടെ മകള് ഇന്ത്യക്ക് പുറത്തുള്ളൊരു രാജ്യത്ത്, യൂറോപ്പിലല്ല, ഒരു ഏഷ്യൻ രാജ്യത്ത് തന്നെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കൊച്ചാണ്. പള്ളിയിലൊക്കെ എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്ന കൊച്ചാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ പഠിക്കുന്ന സ്ഥലത്തുള്ള ഒരു ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോയി. പിന്നെ അവൾ ആ ദേവാലയത്തിൽ പോകുന്നില്ല. അവൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇവൾക്ക് ബന്ധനമായി. അവിടെ പോയിട്ട് ആ രാജ്യത്ത് പോയിട്ട് അവൾക്ക് പ്രശ്നമായി. അങ്ങനെ ഇവളെ എന്ത് ചെയ്തു, നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ ധ്യാനത്തിന് കൊണ്ടുപോയി. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ മോൾക്ക് ഒരു കുഴപ്പമില്ല, നേരെ മറിച്ച് ഇവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കൊച്ചാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ കുട്ടിക്ക് പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മടി? എത്രയോ മാസങ്ങളായിട്ട് ആ കുട്ടി പോകുന്നില്ല. ഞായറാഴ്ച പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നില്ല. അപ്പോൾ അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് കൊണ്ടാണ് അവൾക്ക് ആ ദേവാലയത്തിൽ കയറാൻ സാധിക്കാതെ പോയത്. ആ കൗൺസിലർ പ്രാർത്ഥിച്ചപ്പോൾ മെസ്സേജ് കിട്ടി, ആ ദേവാലയത്തിൽ രാത്രി സമയങ്ങളിൽ അവിടെ സാത്താൻ ആരാധന, ബ്ലാക്ക് മാസ് നടത്തുന്നുണ്ട്. നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ടോ. ഈശോയുടെ വാക്കുകൾ തന്നെയാണ്. പല കത്തോലിക്ക ദേവാലയങ്ങളിലും സാത്താനിക ആരാധനയും കറുത്ത കുർബാനയും നടത്തപ്പെടുമെന്ന് ഈശോയുടെ വാക്ക് തന്നെയാണിത്. അപ്പോൾ ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നൊരു കേസ്. ഇങ്ങനെ എത്രയോ കേസുകൾ ലോകത്തുണ്ട്. അതായത് ഓൾറെഡി 1900 സംതിങ് വർഷങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ചാരന്മാരെ സഭക്കകത്ത് സെമിനാരികളിൽ കയറ്റി അവരെ വൈദികരായിട്ട് ഇവരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ധന്യനായ ഫുൾട്ടൻ ജെഷീനാണ്. എനിക്ക് ആ സ്ത്രീയുടെ പേര് എനിക്ക് മറന്നുപോയി. ആ ലേഡിയാണ്, കമ്മ്യൂണിസ്റ്റ് ചാര വനിതയായ ആ ലേഡിയാണ് ഈ സത്യം പുറത്തു കൊണ്ടുവന്നത്. 1100 കമ്മ്യൂണിസ്റ്റ് ചാരന്മാരെ സെമിനാരിൽ പഠിപ്പിച്ച് വൈദികരാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 13 വർഷം ഇവർ വെയിറ്റ് ചെയ്യാണ് ഒരു വൈദികനാവാൻ.
1100 കമ്മ്യൂണിസ്റ്റ് ചാരന്മാർ. എന്നിട്ട് അവർ വൈദികരായി പല സ്ഥാനങ്ങൾ കൈയടക്കി. എന്തിനാണ്? സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി സഭയെ തകർക്കാൻ, വിശ്വാസം ഇല്ലാതാക്കാൻ. സഭയ്ക്ക് പുറത്ത് നിന്ന് സഭയെ ഒരിക്കലും ആർക്കും നശിപ്പിക്കാനാവത്തില്ല എന്നുള്ളതാണ്. ഉള്ളിൽ നിന്ന് മാത്രമേ സഭയെ ഈ പറഞ്ഞ ദുർബലമാക്കാൻ പറ്റത്തുള്ളൂ. സഭ പൂർണ്ണമായിട്ടും തകരത്തില്ല, സഭയെ ദുർബലമാക്കാൻ പറ്റത്തുള്ളൂ. ഇതറിഞ്ഞ് അവർ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടാണ് ഇത് ചെയ്തത് എന്ന് ഈ സ്ത്രീ കൺഫസ് ചെയ്തൊരു കാര്യമാണ്, ഈ കമ്മ്യൂണിസ്റ്റ് ചാര വനിത. പിന്നീട് അവരുടെ മാനസാന്തരത്തിന് കാരണമായത് ധന്യനായ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്വനാണ്. ഇതാണ് ഇൻഫിൽട്രേഷൻ. ഇങ്ങനെ കയറിയിട്ട് ഉള്ള നിരവധി ചാരന്മാരുണ്ട്. അങ്ങനെ അതിൽപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കാം ഒരു വാഹനാപകടത്തിൽപ്പെട്ട് ആക്സിഡൻ്റായി ആശുപത്രിയിൽ കൊണ്ടുവന്ന് ആ വൈദികനെ ശുശ്രൂഷിച്ച നേഴ്സ് അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്നും ഒരു ഡയറി കണ്ടെത്തി. ആ ഡയറിയാണ് ഒരു ആൻറ്റി അപ്പസ്തോലൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ട് AA 1025 അങ്ങനെ എന്തോ ഒരു ആണ് പുസ്തകത്തിൻ്റെ പേര്, ഒരു ആൻറ്റി അപ്പസ്തോലൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇന്ന് ആ പുസ്തകം ലഭ്യമല്ലെന്ന് തോന്നുന്നു. അതിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട് എങ്ങനെ പരിശുദ്ധ കുർബാനയെ തകർക്കണം, എങ്ങനെ സഭയില്ലാതാക്കണം. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ചാരനായിരുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഞെട്ടരുത്, നമ്മൾ സഭ വിട്ട് പോകരുത്. ഇതെല്ലാം സഭയിൽ സംഭവിക്കേണ്ടതാണ്. വിശ്വാസത്യാഗം അതിൻ്റെ മൂർധന്യത്തിലൊക്കെ എത്തേണ്ടതാണ്, പലതും സംഭവിക്കേണ്ടതാണ്. അപ്പം പല വിശ്വാസികളെയും പിടിച്ചു കുലുക്കുന്ന തരത്തിൽ വിശ്വാസത്യാഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സഭയുടെ മതബോധന ഗ്രന്ഥം തന്നെ പറയുന്നതാണ്, 675 CCC 675. അപ്പം നമ്മളൊരു മരം പിടിച്ചു കുലുക്കുമെന്ന് സംഭവിക്കും. അതിൽ പഴുത്ത ഇലകൾ താഴെ വീഴും, പച്ച ഇലകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണുമ്പോൾ മരം കുലുക്കപ്പെടുന്നു. സഭ പിടിച്ച് കുലുക്കപ്പെടുമ്പോൾ അതിൽ പഴുത്ത ഇലകൾ, വിശ്വാസത്തിൽ ആഴമില്ലാത്ത ടീമുകൾ സഭ വിട്ടു പോകുന്നു. മറ്റു സഭകളിൽ പോയിട്ട് ആത്മാവ് നശിക്കാൻ കാരണമാകുന്നു. എന്നാൽ സഭയുടെ ഏറ്റവും മോശം അവസ്ഥയിലും സഭയോട് കൂടെ നിൽക്കുന്ന ആളുകൾ നിത്യജീവൻ പ്രാപിക്കുന്നു. പച്ച ഇല പോലെ സ്ട്രോങ് ആയിട്ട് അവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് ഇതൊക്കെ നേരത്തെ ദൈവം സന്ദേശം തരുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ പിടിച്ച് നിൽക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ഗർഭചിത്രം അവതരിപ്പിക്കപ്പെടുകയും അത് പ്രസവ സമയം വരെ അനവദനീയമാക്കുകയും ചെയ്യും. എന്നോട് ഏതെങ്കിലും വിധത്തിൽ കൂറ് കാണിക്കുന്നത് പോലും ഉടൻ തന്നെ ഒരു ക്രിമിനൽ കുറ്റമായി മാറും. ക്രൂശുതിരുവും, അതായത് യഥാർത്ഥമായ കുരിശ് കൈവശം വെച്ചിരിക്കുന്നതായി കണ്ടാൽ നിങ്ങൾ കുറ്റക്കാരനായി വിധിക്കപ്പെടും. കാരണം നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുന്നു. നിങ്ങളുടെ രാജ്യത്തെ നിയമം ഒരു ഇരട്ട നിയമം ആയിരിക്കും. അവിടെ മതവും രാഷ്ട്രീയവും ഒന്നായി മാറും. ഈ പീഡനത്തിൻ്റെ ഫലമായി അനേകർ അറിയാതെ തന്നെ മൃഗത്തെ ആരാധിക്കുകയും അങ്ങനെ വഴിതെറ്റിക്കപ്പെടുകയും ചെയ്യും. ക്രിസ്തീയ വിശ്വാസത്തിൽ സത്യമായും ഉറച്ചു നിൽക്കുന്ന തങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരരെയും അധികാരികളെയും ഒറ്റിക്കൊടുക്കാൻ കഴിയുമാറ് അത്ര അധികമായിരിക്കും അവരുടെ മേലുള്ള എതിർക്രിസ്തുവിൻ്റെ സ്വാധീനം. പരിശുദ്ധമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ പരിശുദ്ധമ്മ പറയുന്നുണ്ട്, കേരളത്തിൽ എതിർക്രിസ്തുവിൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് പരിശുദ്ധമ്മ പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിലൂടെ നിങ്ങളെ നയിക്കാൻ എൻ്റെ ജനമേ, നിങ്ങളുടെ ഒരേ ഒരു പ്രത്യാശ നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമായിരിക്കും. എൻ്റെ കുരിശുമരണത്തിൻ്റെ പുകഴ്ചയ്ക്കായുള്ള അനുദിന ബലി കാണുക. വീഞ്ഞ് എൻ്റെ രക്തമായും അപ്പം എൻ്റെ ശരീരമായും മാറുന്നത് നിർത്തലാക്കപ്പെടും. വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനിതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്. വീഞ്ഞ് എൻ്റെ രക്തമായും അപ്പം എൻ്റെ ശരീരമായും മാറുന്നത് നിർത്തലാക്കപ്പെടും. കുർബാന നിർത്തലാക്കപ്പെടും എന്നല്ല പറയണത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലായിടത്തും ഇത് പറയാനും പറ്റത്തില്ല. ഇതുകൊണ്ടാണ് ഞാൻ ചില വീഡിയോസ് മെമ്പേഴ്സ് ഉള്ളിയാക്കി ഇടുന്നത്. ഇത് നാട്ടുകാരത്ത് മൊത്തം പറയാനുള്ള കാര്യമല്ല, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ കുർബാന നിർത്തലാക്കപ്പെടുമെന്നല്ല, കുർബാനയിൽ വീഞ്ഞും അപ്പവും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തമായിട്ട് മാറുന്നത് നിർത്തലാക്കപ്പെടുമെന്നാണ്. വ്യാജ പ്രവാചകൻ ഉടൻ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അതിന് കീഴ്വഴങ്ങിയാൽ നിങ്ങളെ തന്നെ എന്നിൽ നിന്ന് അകറ്റുകയായിരിക്കും ചെയ്യുന്നത്. ഇനി ആരാണ് വ്യാജപ്രവാചകൻ എന്താണെന്നൊക്കെയുള്ളത് ഞാനത് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വ്യാജപ്രവാചകനായിരിക്കും പുതിയ കുർബാന കൊണ്ടുവരുന്നത്. അപ്പോൾ വ്യാജപ്രവാചകൻ ഉടൻ തന്നെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ അതിന് കീഴ്വഴങ്ങിയാൽ നിങ്ങളെ തന്നെ എന്നിൽ നിന്ന് അകറ്റുകയായിരിക്കും ചെയ്യുന്നത്. മാറ്റങ്ങൾ ആരംഭിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് തന്നെ ദിവ്യകാരുണ്യം, അതായത് എൻ്റെ യഥാർത്ഥ സാന്നിധ്യം സത്യത്തിൽ മറ്റെന്തോ ആണെന്ന് അവർ നിങ്ങളോട് പറയും.
വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കും പരിശുദ്ധ കുർബാന വെറും ഒരു 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 അടയാളം മാത്രമാണെന്നും ഒരു സിംബോളിക് ആയിട്ടുള്ള കാര്യം മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠനങ്ങൾ വരും. നമ്മൾ ചിലപ്പോൾ ഒത്തിരി നമ്മൾ ആരാധിക്കുന്ന ആളുകൾ തന്നെ ചിലപ്പം വന്ന് പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ഈശോ പറയാണ്, പെട്ടെന്ന് തന്നെ ദിവ്യകാരുണ്യം, അതായത് എൻ്റെ യഥാർത്ഥ സാന്നിധ്യം സത്യത്തിൽ മറ്റെന്തോ ആണെന്ന് അവർ നിങ്ങളോട് പറയും. ഇത് ഈശോയുടെ വാക്കുകളാണ്. ഇതുപോലെ അനേകം വ്യത്യസ്ത കാര്യങ്ങളും അവർ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കും. ഇവയെല്ലാം അതിഭീകരമായ നുണകളാണെന്ന് ഓർത്തുകൊള്ളുക. പരിശുദ്ധ കുർബാന എന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ശരീരവും രക്തവും തന്നെയാണ്. നിങ്ങളെ എൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കാനും സമയം ആഗതമാകുമ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആവശ്യമായ പോഷണം ലഭിക്കാനും വേണ്ടി നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണത്. കുർബാനയെക്കുറിച്ച് എൻ്റെ പുരോഹിതർക്ക് പുതിയ ആധുനിക വ്യാഖ്യാനങ്ങൾ നൽകപ്പെടും. കണ്ടോ, കുർബാനയെക്കുറിച്ച് എൻ്റെ പുരോഹിതർക്ക് പുതിയ ആധുനിക വ്യാഖ്യാനങ്ങൾ നൽകപ്പെടും. ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയേക്കാം, സെമിനാരികളിലൊക്കെ പരിശുദ്ധ കുർബാന യേശുവിൻ്റെ ശരീരമല്ല എന്ന രീതിയിൽ പഠിപ്പിച്ചേക്കാം. ഇപ്പം യേശു ഏകരക്ഷകനല്ല എന്നുള്ള കാര്യം ഇൻഡയറക്റ്റായിട്ട് അവരുടെ ഉള്ളിൽ കുത്തിക്കയറ്റി കഴിഞ്ഞല്ലോ, സെമിനാരി പിള്ളേരുടെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇതും താനേ വരും. വിശുദ്ധമായവയെ അശുദ്ധമാക്കുന്ന പ്രക്രിയ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾ അറിയും.